വീണ വിജയന് അവസാനം SFIയുടെ നോട്ടീസ് അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് SFIയുടെ ഓഫീസിൽ എത്തണം. അവിടെ ബാംഗ്ലൂരാണ് അവരുടെ ഓഫീസ്. കഴിഞ്ഞ ദിവസം CMRലും KSIDCയിലും റെയ്ഡ് നടത്തിയത് നമ്മൾ കണ്ടു. എറണാകുളത്ത് CMRൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ 2 ദിവസവും തിരുവനന്തപുരത്തെ KSIDCയിലെ 1 ദിവസവും അവർ റെയ്ഡ് നടത്തി ആവശ്യമുള്ള റെക്കോർഡുകൾ ശേഖരിച്ചുകൊണ്ട് പോയി. അതേപ്പറ്റി ഒരു വിശദീകരണം എക്സാലോജിക് കമ്പനിയുടെ ഉടമസ്ഥയായ ഒരു ഡയറക്ടർ മാത്രമുള്ള വീണ വിജയൻ്റെ ആ കമ്പനിയുടെ വിശദ വിവരങ്ങളും SFIക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അവർ തിങ്കളാഴ്ച 10:30 ഹാജരാകുമെന്ന് കരുതുന്നു. അതേസമയം കർണാടക ഹൈക്കോടതിയിലെ ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് ഇപ്പം പെൻഡിങ് ആണ്. വീണ വിജയൻ കൊടുത്ത കേസാണ്. CS വൈദ്യനാഥൻ എന്ന സീനിയർ അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആണെന്ന് തോന്നുന്നു. കർണാടകയിലും അപ്പിയർ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ KSIDCക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിലും ഹാജരായിട്ടുണ്ട്. കേരള ഹൈക്കോടതി അപ്പോൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ വിവരങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, സുതാര്യമാണ് അവിടുത്തെ ഇടപാടുകൾ. പിന്നെ എന്തിനാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഏത് സ്ഥാപനമായാലും ഏത് ഏജൻസി ആയാലും ശരി, ആ ഏജൻസി എന്തെങ്കിലും വിവരങ്ങൾ ഗവൺമെൻറ് സ്ഥാപനം, ഗവൺമെൻറ്റിന് അവിടെ ഷെയറുള്ള സ്ഥാപനങ്ങളെല്ലാം ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചത്. അതേസമയത്ത് ഇപ്പം കർണാടക ഹൈക്കോടതിയിലെ ഇവിടെ വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. 1,72,00,000 രൂപ അവർക്ക് CMRൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനൊരു പ്രത്യേകത, CMRലിന് എക്സാലോജിക്കിനെതിരായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. 1,72,00,000 കൊടുത്തതിൻ്റെ GST CMR തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ആ പണം അതിൻ്റെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ വഴിയുള്ളൂ. ഇൻകം ടാക്സ് ഇല്ല എങ്കിലും അത് ഡിലേ ആയാലും 3 വർഷത്തെ ഇൻകം ടാക്സ് കൊടുക്കാനുണ്ടെങ്കിലും അത് പെനാൽറ്റി സഹിതം ഇനി കൊടുത്താൽ മതി. അതുകൊണ്ട് അതിനകത്തൊരു അറസ്റ്റോ ഒരു കുറ്റവിചാരണയോ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, രാഷ്ട്രീയപരമായിട്ട് ഇവിടെ കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ കേസുണ്ടായപ്പം പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ കേസ് ഇത് 2-ും 2ആണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കർണാടകയിലുള്ള അഗ്രഹാര ജയിലിൽ കിടന്നത് അതൊരു ഡ്രഗ്സ് കേസ്, NDPS കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അയാളെ സഹായിക്കാൻ കഴിയില്ല. കാരണം അത് NDPS കേസാണ്. അതിനകത്ത് ലഹരി കടത്തിയതിൻ്റെ കേസാണ്. ലഹരി കടത്തുന്ന ആൾക്ക് ഫൈനാൻസ് കൊടുത്ത ഒരു കേസാണ്. ആ ഫൈനാൻസ് കൊടുത്താലും അയാൾക്കും ആ ലഹരിയുടെ ആ കുറ്റവാളി എത്ര വർഷം ശിക്ഷിക്കപ്പെടുന്നോ അത്രയും വർഷം ഫൈനാൻസ് കൊടുത്ത ആൾക്കും ശിക്ഷ കിട്ടും എന്നാണ് NDPS ആക്ടിനകത്ത് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് CPM എന്തുകൊണ്ടാണ് വീണ വിജയനെ സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റേയാളെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? നേരത്തെ നമ്മുടെ CPMൻ്റെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് എന്നിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്നൊരു വാദഗതി പ്രചരിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു യുക്തിയുമില്ല. കാരണം അദ്ദേഹം ഡ്രഗ്സ് കേസിനകത്താണ്. ഇത് ഒരു ബിസിനസ് നടത്തിയ സ്ഥാപനം ആ നഷ്ടത്തിലോവുകയോ അല്ലെങ്കിൽ അനധികൃതമായി വല്ലയിടത്തും പണം സമ്പാദിച്ചത് 2-ും 2 കാര്യങ്ങളാണ്. അവിടെ എക്സാലോജിക്ക് പണം കിട്ടിയത് അത് കൊടുത്തത് CMRലാണ്. CMRന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതി ഇല്ലാത്തോളം കാലം അതിനകത്ത് ഏതെങ്കിലും സർക്കാരിന് അടയ്ക്കേണ്ട ടാക്സുകൾ വെട്ടിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ SFIക്ക് നോക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ഇനി അടയ്ക്കാനുള്ള ഇൻകം ടാക്സാണ് 1,72,00,000. അത് കൂടുതൽ പണം വന്നിട്ടുണ്ടോ, അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇനിയിപ്പം പരിശോധിക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും മർമ്മപ്രധാനമായൊരു കാര്യം, KSIDC പോലെയുള്ള സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, അവിടുന്ന് ആ സർക്കാരിന് CMRലെ 14% ഷെയറുണ്ട്. ആ 14% ഷെയറിന് 1,05,00,000 രൂപയാണ് സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ആ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രത്തോളം
ഫീസ് ഇപ്പോൾ ആ കേസിന് വേണ്ടി KSIDC എന്തിന് ഡിഫെൻഡ് ചെയ്യുന്നു? കാരണം 25 ലക്ഷം രൂപ CS വൈദ്യനാഥന് കൊടുത്തു. വീണ്ടും അതിനുശേഷം ഹൈക്കോടതി ആ കേസ് മാറ്റി 12-ാം തീയതി വെച്ചിരിക്കുന്നു. അന്ന് CS വൈദ്യനെ അപ്പിയർ ചെയ്യും. വീണ്ടും ഒരു 25 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ 50 ലക്ഷം രൂപയോളം സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ KSIDCക്ക് കൊടുക്കേണ്ടി വരുന്നു. ഇനി അതിൻ്റെ ചില്ലറ ചില 10-30 ലക്ഷം രൂപയുടെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ 1 കോടി മുടക്കിയതിൻ്റെ അത്രയും തുക കേസ് കളിക്കാൻ വേണ്ടി KSIDC കൊടുത്തത് എന്തിനെന്ന് ന്യായമായ ഒരു ചോദ്യമുണ്ട്. KSIDC അതിനകത്ത് സ്വല്പം വിവരക്കേട് അല്ലെന്നുണ്ടെങ്കിൽ സ്വല്പം പണം മോഹിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ട്. കാരണം KSIDCയുടെ ഒരു ഡയറക്ടറെ ആണ് ഈ CMRലെ അയക്കേണ്ടത്. ആ ഡയറക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ റിട്ടയർ ചെയ്തു, അവരുടെ സ്റ്റാഫായിട്ട് അങ്ങ് പോയി. വീണ്ടും ഒരാളെ കൊടുത്തു. അങ്ങനെ 3 പേരെ 3 സമയത്ത് ഡയറക്ടറുമായിട്ട് അവിടെ അയച്ചെങ്കിലും ആ 3 പേരും ഇപ്പോഴും KSIDC ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് CMRലെ ഇപ്പോഴും ഇരിക്കുകയാണ്. 4ാമതൊരാളെ കൂടി KSIDC അയച്ചിട്ടുണ്ട്. അതും ഇപ്പം CMRൽ ചെന്നിട്ടുണ്ട്. അങ്ങനെ 4 പേര് KSIDCയുടെ ഡയറക്ടർമാർ അവിടെ വന്നു. 3 പേര് റിട്ടയർ ചെയ്തിട്ടും അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തോ കള്ളക്കളി KSIDC അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് KSIDC ഹൈക്കോടതിയിൽ പോയത്. വീണ വിജയനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും KSIDC ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കോടതിയുടെ അവിടെ കൊടുത്തിരിക്കുന്ന പരാതി, വീണ വിജയൻ കൊടുത്തിരിക്കുന്നത് തൻ്റെ പേരിൽ എന്താണ് പരാതി, ആ പരാതിയുടെ കോപ്പി, അതിൻ്റെ അധിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ അവർ കൊടുത്ത പരാതിയുടെ എല്ലാ കോപ്പികളും തനിക്ക് ലഭിക്കണം. എന്താണ് തൻ്റെ പേരിൽ ആക്ഷേപം എന്ന് അറിയാനുള്ള അവകാശം തനിക്കുണ്ട് എന്നാണ് അവർ കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർക്ക് ഈ പണം വാങ്ങിച്ചത് അതിന് സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരാൾ വേറൊരാൾക്ക് പണം കൊടുക്കുന്നതിന് ആൾക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തടത്തോളം കാലം അത് വാങ്ങിയ ആൾക്കും ഒരു പരാതി കൊടുക്കുക, അയാൾക്കെതിരായ ഒരു പരാതി കൊടുക്കാൻ ആർക്കും അവകാശമില്ല. ഇവിടെ അതുപോലെ ഒരു ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്. അതിനപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ ഒക്കുള്ളൂ. എന്തായാലും തിങ്കളാഴ്ച ഹാജരാകാനുള്ള വീണ വിജയൻ ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കർണാടക ഹൈക്കോടതിയിലെ കേസിൻ്റെ ഡിസ്പോസൽ കഴിഞ്ഞ ശേഷം മാത്രമേ അവർ ഹാജരാകുകയുള്ളൂ.